ശ്രദ്ധിച്ചോണം. ഇവിടെ നമ്മൾ പറഞ്ഞത് തന്നെ ഒരു വ്യത്യാസമൊന്നുമില്ല. അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു ഹെഡ് ഓൺ കൊളിഷൻ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ന്യൂക്ലിയസിൻ്റെ സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ 10⁻⁻15 മീറ്റർ എന്ന് പറഞ്ഞില്ലേ, അത് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ഇവിടുന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാവുന്ന ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീലിയം ന്യൂക്ലിയസ് എത്രത്തോളം അടുത്ത് വരെ ഈ ടാർഗറ്റ് ന്യൂക്ലിയസിൻ്റെ അടുത്ത് വരാം എന്ന് പറഞ്ഞത് കണ്ടുപിടിക്കുന്നതാണ് ഈ R0 എന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു ഗോൾഡ് ആറ്റമാണ് അല്ലേ. ഗോൾഡ് ആറ്റത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു ആൽഫ പാർട്ടിക്കിളിനെ കൊണ്ട് ബോംബാർഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഒരു ആൽഫ പാർട്ടിക്കിൾ നേരെ അത്യാവശ്യം, അതായത് ന്യൂക്ലിയസിൻ്റെ സൈസിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ദൂരെ നിന്നാണ് ആര് വരുന്നത്, ഈ ഹീലിയം ന്യൂക്ലിയസ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നേരെ വരുവാണ്. അപ്പോൾ നമുക്കറിയാം നേരെ വരുമെന്ന് പറയുമ്പോഴേക്കും അവൻ്റെ ഇമ്പാക്ട് പാരാമീറ്റർ എത്രയാണ്, 0 ആണ്, B ആണ് അല്ലേ. അപ്പോൾ ഇമ്പാക്ട് പാരാമീറ്റർ 0 ആയി ഈ ഹീലിയം ന്യൂക്ലിയസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ നേരെ വരുമ്പോൾ തന്നെ ഇവൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇവനെ റിപ്പിൽ ചെയ്യാൻ തുടങ്ങും അല്ലേ. അങ്ങനെ റിപ്പിൽ ചെയ്ത് ഒരു ഡെഫിനിറ്റ് പോയിന്റ് എത്തുമ്പോൾ ഒരിക്കലും ന്യൂക്ലിയസിൻ്റെ അടുത്ത് വരെ ചെല്ലുവരെയും ന്യൂക്ലിയസിന് ഇടിച്ചു പൊട്ടിച്ച് പോവുകയോ ചെയ്യത്തില്ല. ആര്, ഹീലിയം അങ്ങനെ ഇടിച്ചു പൊടിക്കാൻ പറ്റില്ല. അതിന് മുന്നേ തന്നെ ഈ ഹീലിയം പകുതി വഴി അല്ലെങ്കിൽ പകുതി ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ബാക്കി നിൽക്കെ തന്നെ എന്ത് സംഭവിക്കും, അവിടെ നിന്ന് തിരിച്ച് നേരെ ആര് പോരും, ഹീലിയം പോരും. അല്ലെങ്കിൽ ആര് പറഞ്ഞു വിടും, ഈ ഗോൾഡ് പറഞ്ഞു വിടും. അതായത് ഇവൻ്റെ അടുത്തോട്ട് ചെല്ലാനായിട്ട്, ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് ചെല്ലാനായിട്ട് ആര് സമ്മതിക്കത്തില്ല, ഗോൾഡ് സമ്മതിക്കത്തില്ല. അപ്പോൾ എത്ര ദൂരം വരെ ചെന്നിട്ടാണ് ഈ ഹീലിയം ന്യൂക്ലിയസ് തിരിച്ചു പോകുന്നത്, അതായത് ഈ ഗോൾഡിൻ്റെ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്ര ദൂരെ വരെ എത്ര അടുത്ത് വരെ ആര് ചെല്ലുന്നു, ഈ ഹീലിയം ന്യൂക്ലിയസ് ചെല്ലുന്നു, ആ ദൂരത്തിനെയാണ് നമ്മൾ ആക്ച്വലി ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് മാക്സിമം മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ്, സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ് ആൻഡ് ആൽഫ പാർട്ടിക്കിൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ക്ലിയർ ആക്കി തരാം. അതായത് നമ്മൾ എന്തൊരു സാധനം എടുത്താലും അവർക്ക് രണ്ട് മെക്കാനിക്കൽ എനർജി നമ്മൾ പറയാറുണ്ട്. മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോഴേക്ക് ആരൊക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത്, കൈനറ്റിക് എനർജി ഉണ്ടാവും. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജീനെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്ന് വിളിക്കുന്നത് അല്ലേ. ഇവിടെ ഇപ്പോൾ ഒരു ഹീലിയം ന്യൂക്ലിയസിൻ്റെ കേസ് നമുക്ക് എടുക്കാം. അതായത് നമ്മൾ ആദ്യം ആ 5.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ളൊരു ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഇത് അത്യാവശ്യം ഈ ഇവിടുന്ന് ദൂരെയാണ്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം ഇവന്മാർ തമ്മിലൊരു ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂക്ലിയസിൻ്റെ സൈസിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എന്താണ്, ഭയങ്കര വലുതാണ്. അപ്പോൾ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ അതായത് ഈ ഹീലിയം ന്യൂക്ലിയസ് ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി പോകാൻ പോവുകയാണ്. അപ്പോൾ അവന് എനർജി ഉണ്ട് അല്ലേ. അപ്പോൾ എനർജി ഉണ്ടെങ്കിൽ അത് എന്തൊക്കെ എനർജി ആയിരിക്കും, കൈനറ്റിക് എനർജിയും ആയിരിക്കും പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയും ആയിരിക്കും അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½ m v² ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ m v² ആണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് നമ്മൾ കുറച്ച് നേരത്തെ എഴുതിയില്ലേ അല്ലേ. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, 1/4πε0 Q1 Q2 R ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ചാർജ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ചാർജ് എടുക്കുമ്പോൾ നമുക്കറിയാം ഹീലിയം ന്യൂക്ലിയസ് ആണ് അല്ലേ. എന്തായിരുന്നു, He2 ആണ് അല്ലേ. അപ്പോൾ ഇവൻ്റെ ചാർജ് എന്തോരും എന്ന് പറയാമോ, ചാർജ് എന്തോരും, ഹീലിയം ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്തോരും, ചാർജ് ഓഫ് ഹീലിയം ന്യൂക്ലിയസ് എന്തോരും. ഇതിൻ്റെ അത് ചാർജ് ഉള്ളത് ആരാണ്, പിള്ളേരെ ഉള്ളത്, ഹീലിയം ന്യൂക്ലിയസിൻ്റെ അത് ചാർജ് ഉള്ള ആർക്കാണ്, പ്രോട്ടോണാണ്. എത്ര പ്രോട്ടോൺ ഉണ്ട്, 2 പ്രോട്ടോൺ ഉണ്ട് അല്ലേ. ഒരു പ്രോട്ടോണിന് നമുക്ക് പറയാം 1 പ്രോട്ടോൺ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് നമുക്ക് പറയാം, ചാർജ്. അപ്പോൾ നമുക്ക് 2 പ്രോട്ടോൺ അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ചാർജ് എത്രയാണ്, 2e അല്ലേ. അപ്പോൾ ഹീലിയം ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 2e ആണ്. അപ്പോൾ ഇവിടെ 2e എന്നൊരു ന്യൂക്ലിയസ്, ഈ 2e എന്നൊരു ചാർജുള്ള ന്യൂക്ലിയസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു ചാർജ്, അപ്പം നമുക്കറിയാം നമ്മൾ നേരത്തെ ഇവിടെ വരച്ചപ്പോഴേക്കും Q1 Q2 എന്ന് എഴുതിയില്ലേ, അതിൽ Q1 എന്ന ചാർജ് നമുക്ക് എഴുതാം, 2e എന്ന് എഴുതാം അല്ലേ. 2e എങ്ങനെ വന്നു, ഇതൊരു ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയം ന്യൂക്ലിയസ് അത് 2 പ്രോട്ടോൺ ഉണ്ട് അല്ലേ. 2 പ്രോട്ടോണിൽ ഒരു പ്രോട്ടോണിന് നമ്മൾ ചാർജ് എന്തായിട്ട് എടുക്കും, ഇലക്ട്രോണിൻ്റെ സെയിം ചാർജ് ആയിട്ട് എടുക്കും. പക്ഷേ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ അതാ വ്യത്യാസമുണ്ട്. പക്ഷേ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് രണ്ടുപേർക്കും. അതുകൊണ്ട് നമ്മൾ എന്തെടുത്തു, ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണെങ്കിൽ രണ്ട് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ, ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് E ആണെങ്കിൽ 2 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ചാർജ് എന്ത് വരും, 2e എന്ന് വരും. അപ്പോൾ ഒരു ചാർജ് 2e ആണ്. പിന്നെ ഉള്ള മറ്റേതാരാണ്, നമ്മുടെ ടാർഗറ്റ് ന്യൂക്ലിയസ് ആണ്. ടാർഗറ്റ് ന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ലടാ, ഒരു പ്രോട്ടോൺ ആയിരുന്നപ്പോഴേക്കും ചാർജ് 1e എന്നെടുത്തു, 2 പ്രോട്ടോൺ ആയപ്പോഴേക്കും ഞാൻ ചാർജ് 2e എന്നെടുത്തു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഞാനിപ്പോൾ ഓക്സിജൻ തരുവാണ്, ഓക്സിജൻ്റെ അകത്ത് ഞാൻ പറയുന്നു 8 പ്രോട്ടോൺ ഉണ്ട് എങ്കിൽ ഓക്സിജൻ്റെ ചാർജ് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും, എത്ര e എന്ന് പറയും, 8e എന്ന് പറയും അല്ലേ. അത് അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് പറയാമെന്ന്, നിങ്ങളുടെ കയ്യിൽ Z എന്നൊരു അറ്റോമിക് നമ്പറുള്ള ഒരു ആറ്റം തന്നെന്ന് വിചാരിക്കുക.
എങ്കിൽ അവൻ്റെ ചാർജ് എത്രയായിരിക്കും? ZE ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എഴുതിക്കുന്നത് ഇപ്പോൾ ഗോൾഡിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ശരിയാണ്. പക്ഷേ ഞാൻ ഗോൾഡ് കൺസിഡർ ചെയ്യാതെ ഞാൻ ഇതിൻ്റെ ചാർജിനെ ഞാൻ ZE എന്ന് വിളിക്കുന്നു. ഓക്കെ, Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ, അതിൽ Z എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പറാണ്. E എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. നമ്മൾ ഈ മറ്റേ സിങ്ക് ZN എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ സാധനമൊന്നുമല്ല. ഇസഡും ഇയും രണ്ട് ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഒരു ചാർജ് എന്തായിരുന്നു? Q1 എന്ന ചാർജ് എന്തായെന്ന് പറഞ്ഞാൽ 2E ആയിരുന്നു അല്ലേ. Q2 എന്തായാലും എടുക്കാം. അപ്പോൾ Q2 എന്തായാലും എടുക്കാം. Q2 എന്ന് പറഞ്ഞാൽ ZE ആയിട്ട് എടുക്കാം അല്ലേ. എങ്കിൽ പറ, ഇവന്മാർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ല, ഫോഴ്സിൻ്റെ ആവശ്യം നമുക്കില്ല. ഇവന്മാർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ പറ. എന്ത് വരും? 1 പൊട്ടൻഷ്യൽ എനർജി U വെച്ചിട്ടാണ് നമ്മൾ 1/4πε0 Q1 Q2/R ആണ്. പക്ഷെ ഇവിടുത്തെ Q1 എന്താ? 2E അല്ലേ. Q2 എന്താ? Q2 ZE അല്ലേ, ഡിവൈഡഡ് ബൈ R എന്ന് വരും അല്ലേ. അതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ജനറൽ ഫോമുല വരുന്നത്. അപ്പം നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ജനറൽ ഫോമുല, അപ്പോൾ ഞാൻ U ജനറൽ എന്നത് ജനറൽ ഫോമുല എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞത്? 1/4πε0 1/4πε0 2E ഇൻറ്റു ZE ഡിവൈഡഡ് ബൈ R എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഓക്കെ, ഇവിടെ ഇനീഷ്യലി ഉള്ളതാണ്. ഞാനിപ്പോൾ ഇതിനെ കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്നും പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ എന്ന് വിളിക്കുകയാണ്. ഇനീഷ്യലി ഉള്ള പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എഴുതണം. കൈനറ്റിക് എനർജി എഴുതി, പൊട്ടൻഷ്യൽ എനർജി എഴുതണം. അപ്പോൾ ഇക്വേഷൻ എന്തോടാ? 1/4πε0 ZE ഇൻറ്റു 2E. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. 2E ഇൻറ്റു ZE ഡിവൈഡഡ് ബൈ R ആണ് അല്ലേ. ഡിസ്റ്റൻസ് R ആണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ദൂരം എന്തായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? അതായത് ഇവനും തമ്മിലുള്ള ദൂരം നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ? ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇൻഫിനിറ്റി എന്ന് വരത്തില്ലേ അല്ലേ. ഈ 1/∞ എന്ന് പറഞ്ഞ സാധനം എന്തുവാ? 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ആ ടേം എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ഇനീഷ്യൽ എനർജി എന്ന സാധനത്തിൽ കൈനറ്റിക് എനർജി ഇനീഷ്യൽ മാത്രമേ ഉള്ളൂ. പൊട്ടൻഷ്യൽ എനർജി 0 ആയിപ്പോയി. അപ്പോൾ എന്ത് വന്നു? ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 12mv² അല്ലേ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനിയുള്ള കേസാണ്. ഇനി നമ്മൾ ഈ ഹീലിയത്തിനെ വിട്ടു അവൻ നേരെ ഇങ്ങനെ വരുവാണ്. പക്ഷെ അവനെ അടുത്തടുത്ത് വരുന്തോറും ഇവൻ്റെ വെലോസിറ്റിക്ക് എന്ത് പറ്റുമായിരിക്കും? പറയാമോ? ഇങ്ങനെ അടുത്തടുത്ത് വരുന്തോറും അവൻ്റെ വെലോസിറ്റിക്ക് എന്ത് പറ്റുമായിരിക്കും? കൂടുകയോ കുറയോ? എന്ത് ചെയ്യും? ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണേ. അതായത് ഹീലിയം ഞാൻ ഇവിടുന്ന് വെടിവെച്ച് വിട്ടു, ബോംബാർഡ് ചെയ്തു, അവനിങ്ങനെ വരുവാണ്. അപ്പോഴേക്കും ഇവിടെ ടാർഗറ്റ് ന്യൂക്ലിയസ് ഉണ്ട്. ടാർഗറ്റ് ന്യൂക്ലിയസ് എന്ത് ചെയ്യണം? ഇവന് റിപ്പൽ ചെയ്യാണ്. അപ്പം ഇങ്ങോട്ട് വരുന്തോറും നമ്മൾ ഒരാളുടെ അടുത്തേക്ക് പോകുന്നവർ അയാൾ നമ്മളെ തള്ളി അല്ലെങ്കിൽ തിരിച്ച് റിപ്പൽ ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ വെലോസിറ്റി കൂടുകയോ കുറയും അല്ലേ. ഒരാൾ നമ്മൾ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങോട്ട് വരുന്നതോറും വലിച്ച് അട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്പീഡ് കൂടും. ആ സമയം ഇതെന്താ? ഇവരിങ്ങനെ പോകുന്നതോറും അവൻ്റെ വെലോസിറ്റി കുറഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ അവനെന്ത് സംഭവിക്കും? അവൻ നിൽക്കും. അവനവിടെ അറിയാതെങ്കിലും നിന്നിട്ടാണ് തിരിച്ചു വരുന്നത്. ഒന്ന് ജസ്റ്റ് നിൽക്കാതെ എന്തായാലും ആ വഴി തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവനെ അറിയാതെ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മുടെ ഹീലിയം ആൽഫ പാർട്ടിക്കിൾ ഇവിടെ വന്ന് നിന്നുപോയി. പോവാണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എനർജി ഫൈനൽ നമുക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ എനർജി ഫൈനലാണ്. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ എന്തിലായിപ്പോയി? റെസ്റ്റിലാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ എനർജി നമുക്ക് ഫൈനൽ എഴുതാം. കൈനറ്റിക് എനർജി ഫൈനൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ അല്ലേ. നിന്ന് പോയെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ഈക്വൽ ടു 12mv² പ്ലസ് U ഫൈനൽ എന്ന് എഴുതാം. ഈ 12mv² എന്ത് സംഭവിക്കും? ഇവിടെ 0 ആയി പോകും. കാരണം എന്തുകൊണ്ടാണ് 12mv² 0 ആയി പോകുന്നത്? പറയണം. എന്താണ് കൈനറ്റിക് എനർജി 0 ആയി പോയ കാര്യം? എന്താ അല്ലേ? എന്നൊരു പറയാം. അതായത് ഈ ഹീലിയം ഇങ്ങനെ ഇടിച്ചു ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ് ഇവൻ. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുവനെ? റിപ്പൽ ചെയ്യും അല്ലേ. അങ്ങനെ റിപ്പൽ ചെയ്ത് ഇവനിവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും എന്തായിപ്പോയി? ഇവൻ ജസ്റ്റ് അടുത്ത് വന്നു. ഇവനെ മൊത്തത്തിൽ റിപ്പൽ ചെയ്ത് ഇവനെ നിർത്തിയിട്ട് അവനെ പറഞ്ഞ് തിരിച്ചു വിടുക. അപ്പോൾ ഇവനിവിടെ വന്ന് നിന്നു അല്ലേ. നിന്നിട്ടല്ലേ തിരിച്ചു പോകണത്. അപ്പോൾ ആ നിൽക്കുന്ന സമയത്തുള്ള ടോട്ടൽ എനർജി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അവൻ നിന്നല്ലേ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ 12mv² ആണ് ഇക്വേഷൻ. പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എഴുതാം. പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 1/4πε0 Q1 Q2 അല്ല. ഇവിടുത്തെ Q1 Q2 നമുക്ക് മാറ്റാമല്ലോ അല്ലേ. എന്തായിരുന്നു? 2E ഇൻറ്റു ZE ഡിവൈഡഡ് ബൈ R എന്ന് വന്നു. ഇവിടെ ഞാൻ ഇതിനെ R0 എന്ന് കൊടുക്കുകയാണ് കേട്ടോ. R0 അതായത് നമ്മുടെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പറയടാ ഇവിടുത്തെ ഈ കൈനറ്റിക് എനർജി എന്തുകൊണ്ട് 0 ആയി പോകുന്നു? കേട്ടില്ല.
അത് അവനോട് നിന്നു അല്ലേ, അവനോട് നിന്ന് കഴിഞ്ഞാൽ അവന് വെലോസിറ്റി ഇല്ല, വെലോസിറ്റി ഇല്ലെങ്കിൽ അവന് കൈനറ്റിക് എനർജി ഇല്ല. അപ്പം ഫസ്റ്റ് കേസിൽ എന്ത് സീറോ ആയി പോയായിരുന്നു നമുക്കിവിടെ? പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിപ്പോയിരുന്നു, കാരണം ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരുന്നു, അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിപ്പോയി. സെക്കൻഡ് കേസിൽ എന്ത് സീറോ ആയിപ്പോയി? നമ്മളുടെ കൈനറ്റിക് എനർജി സീറോ ആയിപ്പോയി, ബിക്കോസ് അവനവിടെ വന്ന് നിന്നു അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഇക്വേഷൻ ടോട്ടൽ എനർജി ഫൈനൽ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1/4πε0 2E × ZE ഡിവൈഡഡ് ബൈ R0. ഒന്നുകൂടെ വൃത്തിക്ക് എഴുതാണ് ഞാൻ. 1/4πε0, ഇത് രണ്ടും ഇ അല്ലേ, E² ഇതിൽ കൂടെ. അപ്പോൾ ഞാൻ എഴുതുന്നത് 2ZE² ഡിവൈഡഡ് ബൈ R0. അപ്പോൾ ടോട്ടൽ എനർജി ഇനീഷ്യലും കിട്ടി, ടോട്ടൽ എനർജി ഫൈനലും കിട്ടി. നമുക്കറിയാം ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ എനർജി കൺസേർവ്ഡാണ്, ഇതൊരു കൺസർവേറ്റീവ് സിസ്റ്റമാണത്. അപ്പോൾ അവൻ്റെ എനർജി എങ്ങും പോയിട്ടില്ല, എനർജി കൺസേർവ്ഡ്. അതായത് നമുക്ക് എഴുതാം ടോട്ടൽ എനർജി ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഫൈനൽ. ടോട്ടൽ എനർജി ഇനീഷ്യൽ ടോട്ടൽ എനർജിയും ഫൈനൽ ടോട്ടൽ എനർജിയും സെയിം ആണ്. അപ്പോൾ ഇനീഷ്യൽ ടോട്ടൽ എനർജി എന്തായിരുന്നടാ? 12mv² അല്ലേ, 12mv² ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഫൈനൽ എന്താ? 1/4πε0 2ZE² ഡിവൈഡഡ് ബൈ R0 അല്ലേ. ഇതൊരു ഇക്വേഷനാണ്. നമ്മൾ എത്തിയിട്ടില്ല, നമുക്ക് R0 ഇക്വേഷനിലാണ് വേണ്ടത്. ഓക്കെ, ഇതൊരു ഇക്വേഷനാണ്. ഇവിടുന്ന് നമുക്ക് R0 എങ്ങനെ എഴുതാൻ പറ്റും? R0 അങ്ങോട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. അങ്ങനെ R0ക്ക് നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇതൊന്നും എഴുതിയിട്ടില്ല, എൻ്റെ അടുത്ത്